എല്ലാവർക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുറുക്ക് കാളനാണ് കേട്ടോ. എല്ലാവർക്കും കുറുക്ക് കാളൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. കാളൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കുറുകിയ കാളനും കൂടി ആകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചേനയും അതുപോലെ തന്നെ കായും ഒരു കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ വേവിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 2-3 വിസിൽ കൊണ്ട് വേഗം കേട്ടോ. കാരണം കായും ചേനയും പെട്ടെന്ന് വേകുന്ന കഷ്ണങ്ങളാണ്. അതുകൊണ്ട് 2-3 വിസിൽ തന്നെ മതിയാവും. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഒന്ന് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും. അപ്പോൾ അത് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് വലിയ പീസായിട്ടല്ലേ ഇപ്പോൾ കഷ്ണങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കാരണം ഈ നിങ്ങൾ കാളൻ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ, കുറുക്ക് കാളൻ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ സദ്യക്ക് ഈ കുറുക്ക് കാളൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വലിയ പീസായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അതേ ഒരു രീതിയിൽ കാണിച്ചത്. പക്ഷെ നമുക്ക് വീട്ടിലാകുമ്പോൾ ഇത്രയും വലിയ പീസായിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ തേങ്ങയിലുണ്ടായിരുന്ന വെള്ളവും അതുപോലെ തന്നെ ആ കഷ്ണങ്ങൾ വേവിക്കാനുണ്ടായിരുന്ന വെള്ളവും ഒക്കെ കൂടെ ആയി കുറച്ച് വെള്ളം അധികമുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കുരുമുളകിൻ്റെ എരിവാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ആ സമയത്ത് പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ കാളൻ നന്നായിട്ട് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കുറുക്കണമെങ്കിൽ കുറുക്കാട്ടോ. കുറച്ച് അധികം സമയം എടുക്കും ഇങ്ങനെ കുറുക്കി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിർത്തിയത് കേട്ടോ. നമുക്ക് എത്രത്തോളം ആണ് കുറുകി കിട്ടേണ്ടത് ആ സമയം വരെ നമ്മൾ കുറുക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം വീണ്ടും ഇത് ചൂടാക്കുകയാണെങ്കിൽ ഈ തൈര് വീണ്ടും ലൂസായിട്ട് നമ്മുടെ കാളൻ വീണ്ടും ലൂസായി പോകും. അപ്പോൾ വീണ്ടും നമ്മൾ സമയം എടുത്തത് കുറുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തൈര് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് കൂടെ വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഇത്തവണ ഓണത്തിന് ഈ ഒരു കുറുക്ക് കാളൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.